മീൻ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ആവുമ്പോൾ അവിടെ ക്ലാസ്സുകളും ഫ്രീക്വൻസികളാണ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കേസിൽ മീൻ ഡീവിയേഷനുള്ള ഫോർമുല നമുക്ക് നോക്കാം. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് ആൻ ആവറേജ് എ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെയുള്ള ഫോർമുലയും നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്ന ഫോർമുലയും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല അല്ലെ. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ മിഡ് വാല്യൂസ് ആയിട്ടാണ് നമ്മൾ എക്സിന് എടുക്കുക. അപ്പോൾ ആ വ്യത്യാസം മാത്രമേ രണ്ട് ഫോർമുലകളിലും ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂസ് ഓഫ് ദി ക്ലാസ്സസ്. അപ്പോൾ ഈ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു എക്സ്ട്രാ കാര്യം കൂടി ഇവിടെ ചെയ്താൽ മതി. ബാക്കിയുള്ള ഫോർമുലാസ് എല്ലാം തന്നെ സെയിം ആണ് അല്ലെ. അപ്പോൾ നമുക്ക് എഴുതാം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ വിൽ ബി ഈക്വൽ ടു summation f into modulus of x minus x bar divided by capital N, and coefficient of mean deviation is equal to mean deviation about mean is equal to mean deviation about mean divided by mean. Mean deviation about median, that is equal to summation f into modulus of x minus median divided by capital N, and coefficient of mean deviation is equal to mean deviation divided by median. Mean deviation about median divided by median. Similarly, mean deviation about mode is equal to summation f into modulus of x minus mode divided by capital N, and coefficient of mean deviation is equal to mean deviation about mode divided by mode. ഇതാണ് കണ്ടിന്യൂസ് സീരീസിലുള്ള ഫോർമുലകൾ. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആൻഡ് ദ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഓഫ് മീൻ ഡീവിയേഷൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ഇവിടെ തന്നിരിക്കുന്നത് ക്ലാസ്സുകൾ 0 to 10, 10 to 20, 20 to 30, 30 to 40 and 40 to 50. ഫ്രീക്വൻസികൾ 5, 8, 15, 16 and 6. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് മീൻ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ്. ഇവിടെ മീൻ കാണാനുള്ള ഫോർമുല സമ്മേഷൻ എക്സ് എഫ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് തന്നെയാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ക്ലാസ്സുകളുടെ മിഡ് വാല്യൂസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ്സസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ്സസ് ആണ് നമ്മളെ എക്സ് വാല്യൂസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് 0 to 10, അതിൻ്റെ മിഡ് വാല്യൂ 0 plus 10/2 5. അടുത്ത ക്ലാസ് 10 to 20, മിഡ് വാല്യൂ ഇസ് 10 plus 20 divided by 2, it is 50. അടുത്ത ക്ലാസ്സിൻ്റെ അതേമാതിരി 25, അടുത്തത് 35 and last one 45. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാപിറ്റൽ എൻ എന്താണ് നോക്കാം. ക്യാപിറ്റൽ എൻ ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 എന്നുള്ള ആൻസറാണ് വരുന്നത്. ഈ മീൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞൊരു കോളം കൂടി വേണം. അപ്പോൾ എക്സ് ഇൻറ്റു എഫ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 5 25, 8 into 15 120, 15 into 25 375, 16 into 35 560, 6 into 45 270. ഇങ്ങനെയാണ് എക്സ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞ കോളത്തിലെ ഓരോ എലിമെന്റ്സും വരുന്നത്. ഇനി സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ചെയ്യും. ഇവരുടെ സമ്മ് കാണുമ്പം നമുക്ക് 1350 എന്നാണ് വരുന്നത്. ഫോർ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് എഫ്, that is 1350 divided by capital N, which is 50. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് ബാർ 27 ആണ്. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എം ഡി എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഫോർമുല സമ്മേഷൻ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള കോളം എഴുതുന്നു. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ, ദറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് വാല്യൂസ് മൈനസ് 27. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് വരുന്ന വാല്യൂസ്
22, 12, 2, 8 and 80 അല്ലെ. ഇതിലുള്ള ഈ എക്സിലത്തെ ഓരോ എക്സ് വാല്യൂന്നും നമ്മൾ 27 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് വാല്യൂസ് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു കോളം കൂടി ആവശ്യമുണ്ട്, എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. അതായത് ഈ ഓരോ എലിമെന്റ്സിനെയും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് രണ്ട് കോളംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 22 110, 8 ഇൻറ്റു 12 96, 15 ഇൻറ്റു 2 30, 16 into 8 128 and 6 into 18 108. ഇവരുടെ സമ്മ് നോക്കാം. സമ്മേഷൻ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. അവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 472 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ therefore mean deviation about x bar is equal to 472 divided by capital N, which is 50. And the answer is 9.44. ഇതാണ് നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കിട്ടുന്നത്. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാം. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, വിച്ച് ഈസ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡിവൈഡഡ് ബൈ മീൻ എക്സ് ബാർ. ദറ്റ് ഈസ് 9.44 divided by mean, that is 27. and ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കും. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണണമെങ്കിൽ ആദ്യം നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് മീഡിയൻ കാണാനുള്ള ഫോർമുല നോക്കാം. മീഡിയൻ ഇസ് ഈക്വൽ ടു L plus n by 2 minus m into c divided by f. ഈ ഫോർമുല വെച്ചിട്ട് വേണം നമ്മൾ മീഡിയൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മീഡിയന് വേണ്ടിയിട്ട് ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N നോക്കണം. ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു നമുക്കറിയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 50 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയൻ കാണണമെങ്കിൽ മീഡിയൻ ക്ലാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആർ, ഇവിടെ നമ്മൾ 5 ചെയ്യുന്നു. 5 plus 8 that is 13, 13 plus 15 that is 28, 28 plus 16 that is 44, 44 plus 6 is 50. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി നമ്മൾ n/2th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ആയിട്ട് മീഡിയൻ ക്ലാസ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ n is equal to 50 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം n/2 will be equal to 25. അപ്പൊ 25th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ്സിനെ നമുക്ക് മീഡിയൻ ക്ലാസ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25ഓ അല്ലെങ്കിൽ 25ന്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി കാണുന്നത് 28 ആണ് അല്ലെ. അപ്പൊ ആ ക്ലാസ്സിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? മീഡിയൻ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദിസ് ഇസ് അവർ മീഡിയൻ ക്ലാസ്. ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് അല്ലെ. ഈ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ് വിച്ച് ഇസ് ഈക്വൽ ടു 20 പ്ലസ് n/2. n/2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് 25 മൈനസ് m. m എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് ജസ്റ്റ് എബവ് ദ മീഡിയൻ ക്ലാസ് അല്ലെ, അത് 13 ആണ്. 30. c എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് വിഡ്ത്ത്, ഹിയർ ഇറ്റ് ഈസ് 10. ആൻഡ് f is the frequency of the median class which is 50. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മീഡിയൻ എന്ന് പറഞ്ഞാൽ 28 എന്നാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ മീഡിയൻ 28 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നോക്കാം. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ടാണ് എക്സ് മൈനസ് മീഡിയൻ. അപ്പം എക്സ് എന്ന് പറയുന്നത് ക്ലാസ്സുകളുടെ മിഡ് വാല്യൂസ് ആണ്. മിഡ് വാല്യൂസ് എക്സ് നമ്മൾ എടുത്തെഴുതുന്നു. 0 to 10ന്റെ 5, 10 to 20യുടെ 15, 20 to 30യുടെ 25, അടുത്തതിന്റെ 35, then 45. മിഡ് വാല്യൂസ് ഓഫ് ദ ക്ലാസ്സസ് എഴുതി. ഇനി നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ ഇതാണ് ചെയ്യുന്നത്. അതായത് ഓരോ എക്സ് വാല്യൂന്നും മീഡിയൻ മൈനസ് ചെയ്യുന്നു, അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ 5 minus 28 that is 23. സൈന് കൺസിഡർ ചെയ്യേണ്ട,
15 minus 28, that is 13. അടുത്തത് 25 minus 28, 3. 35 minus 28 is 7. 45 minus 28 is 70. ഇനി നമുക്ക് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ എന്ന് പറഞ്ഞ കോളം എഴുതാം. അതായത് ഈ കോളത്തിലുള്ള മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയനെ ഓരോ എലിമെന്റ്സിന്റെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു 23, 115. 8 ഇൻറ്റു 13, 104. 15 into 3, 45. 16 into 8, 112. Then 6 into 17, 102. ഇതിന്റെ സമ്മാണ് നമ്മൾ എടുക്കുന്നത്. സമ്മേഷൻ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ എന്ന് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 478. Therefore, mean deviation about median is equal to 478 divided by n, that is 50, and mean deviation about median is equal to 9.56. ഇതാണ് mean deviation about median. ഇനി corresponding coefficient of mean deviation is equal to mean deviation about median divided by median. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. That is 9.56 divided by our median. Median നമുക്ക് കിട്ടിയിരിക്കുന്നത് 28 എന്നാണ്. ഇനി അടുത്തത് നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സീരീസിൽ കാണാനുള്ള ഫോർമുല എൽ പ്ലസ് Δ1 ഡിവൈഡഡ് ബൈ Δ1 പ്ലസ് Δ2 ഇൻറ്റു സി. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മോഡൽ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഏത് ക്ലാസ്സിനാണോ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്, ദാറ്റ് ഇസ് അവർ മോഡൽ ക്ലാസ്. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി 16 ആണ്. അത് വന്നിരിക്കുന്ന ക്ലാസ്, അതായത് 30 to 40 ആണ് നമ്മളുടെ മോഡൽ ക്ലാസ്. ഇതാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ആ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിനെ നമ്മൾ F1 എന്ന് പേര് കൊടുക്കും. തൊട്ട് മുകളിൽ കിടക്കുന്ന ഫ്രീക്വൻസിനെ F0 എന്നും തൊട്ട് താഴെ കിടക്കുന്ന ഫ്രീക്വൻസിന് നമ്മൾ F2 എന്നും പേര് കൊടുക്കും. ഈ ഫ്രീക്വൻസികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ Δ1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. Δ1 is F1 minus F0, that is 16 minus 15, which is equal to 1. Then Δ2 കാൽക്കുലേറ്റ് ചെയ്യുന്നു, which is F1 minus F0, that is 16 minus 6, which is equal to 10. അപ്പോൾ Δ1ഉം Δ2ഉം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. മോഡ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് ആണ്. അപ്പൊ ഈ കേസിൽ അത് 30 ആണ്. 30 പ്ലസ് Δ1, Δ1 is 1, ഡിവൈഡഡ് ബൈ Δ1 പ്ലസ് Δ2, 1 plus 10 into C. C is the class interval of the model class, that is 10. This is equal to 30 plus 1 into 10 is 10. 10 by 11 എന്ന് വരും. ആൻഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30.909 എന്നുള്ള ആൻസറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡ് അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡാണ്. അതിനുള്ള ഫോർമുല സമ്മേഷൻ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ആദ്യം മിഡ് വാല്യൂ എക്സുകളെ എടുത്ത് എഴുതുന്നു. 5, 15, 25, 35 ആൻഡ് 45. ഇതാണ് നമ്മളെ മിഡ് വാല്യൂസ്. ഇനി നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ ആണ് നടത്തുന്നത്. അതായത് എല്ലാ എക്സ് വാല്യൂസിനും 30.909 മൈനസ് ചെയ്യും. അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 25.909, 15.909, 5.909, 4.091, 14.091. ഇങ്ങനെയാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡ് കിട്ടുന്നത്. ഇനി എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡ് അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡിനെയും നമ്മൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസികളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണ് വരുന്നത് നോക്കാം.